നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. മന്ത്രി പി രാജീവ് അടക്കമുള്ള 4 അംഗ സംഘത്തിന് അമേരിക്കൻ സന്ദർശന അനുമതി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ഈ മാസം 28 മുതൽ ഏപ്രിൽ 1 വരെയുള്ള യാത്രയ്ക്കാണ് അനുമതി നിഷേധിച്ചത്. ലെബനനുള്ള വ്യവസായ മന്ത്രി നേരിട്ട് അമേരിക്കയിലേക്ക് പോകാനാണ് അനുമതി തേടിയത്. എന്നാൽ കാരണം അറിയിച്ചിരുന്നില്ല. പരിപാടിയിൽ മന്ത്രിതലത്തിലുള്ളവർ പങ്കെടുക്കേണ്ടതില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം നിലപാടെടുത്തതാണ് വിവരം. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ദുരന്ത സമയത്ത് കേരളത്തിലേക്ക് ആവശ്യമായ സഹായം കേന്ദ്രം നൽകിയെന്ന് അമിത്ഷാ. പല ഘട്ടങ്ങളിലായി കേന്ദ്രം സംസ്ഥാനത്ത് നൽകിയ സാമ്പത്തിക സഹായത്തിന്റെ കണക്ക് അവതരിപ്പിച്ചാണ് മന്ത്രിയുടെ പ്രതികരണം. ദേശീയ ദുരന്ത നിവാരണ ബില്ലിലെ ചർച്ചയ്ക്കിടെ പാർലമെന്റിലാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത്. സർക്കാർ ജീവനക്കാർ ലഹരിക്കെതിരെ മനുഷ്യമുതൽ പണിയേണ്ടത് സെക്രട്ടേറിയറ്റ് പടിക്കലല്ല, മറിച്ച് ക്ലിഫ് ഹൗസിലെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. ഇവരവരുടെ വേറെടുക്കാൻ കഴിയാത്തത് മുഖ്യമന്ത്രിയുടെ പരാജയമാണ്. വെറും 24 മണിക്കൂർ കൊണ്ട് ഇതിന് അന്ത്യം കുറിക്കാൻ സാധിക്കും. ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ചെയ്യാൻ കഴിയാത്തത് ഭരണ പരാജയമാണെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ SP സുജിത് ദാസിന് പുതിയ നിയമനം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ SP ആയാണ് അദ്ദേഹത്തെ നിയമിച്ചത്. ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ഫോണിലൂടെ വിമർശിച്ചതിന് സസ്പെൻഷനിലായ അദ്ദേഹത്തെ അന്വേഷണം തീരുമുൻപാണ് തിരിച്ചെടുത്തത്. ജനപ്രതിനിധികൾക്കും പോലീസിനും മറ്റ് സേനാംഗങ്ങൾക്കും നൽകുന്ന സല്യൂട്ട് നിർത്തണമെന്നാവശ്യപ്പെട്ടുള്ള വിൻസെന്റ് MLAയുടെ സബ്മിഷന് അനുമതി നിഷേധിച്ചു. സല്യൂട്ട് കിട്ടുന്നതോടെ തങ്ങൾ വല്ലാത്ത അധികാര കേന്ദ്രമാണെന്ന് തോന്നൽ ജനപ്രതിനിധികൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സബ്മിഷൻ നൽകിയത്. 37 സബ്മിഷൻ ഇന്നലെ ഉണ്ടായിട്ടും വിൻസെന്റ് നൽകിയ നോട്ടീസ് അനുവദിച്ചില്ല. സംസ്ഥാനത്ത് 2 ദിവസം ഉയർന്ന താപനില മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ അന്വേഷണ സംഘം ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 480 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ദൃക്സാക്ഷിയുടെ മൊഴിയും DNA പരിശോധനാ ഫലവുമാണ് കേസിൽ ഏറെ നിർണായകമായത്. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ 1-ാം പ്രതി ആകാശിന് ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. ആകാശിന് ജയിലിൽ പരീക്ഷ എഴുതാമെന്നും കോടതി പറഞ്ഞു. കഞ്ചാവുമായി പിടിയിലെ ആകാശ് റിമാൻഡിലുള്ളത്. പോളിടെക്നിക്കിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് ആകാശ്. പരീക്ഷ നടക്കുന്ന സമയമാണ്. പരീക്ഷ എഴുതാൻ ജാമ്യം നൽകണമെന്നാണ് ആകാശ് കോടതിയോട് ആവശ്യപ്പെട്ടത്. കുടകര കുഴൽപ്പണ കേസിൽ ED കുറ്റപത്രം സമർപ്പിച്ചു. പോലീസ് കണ്ടെത്തൽ തള്ളിയുള്ള കുറ്റപത്രത്തിൽ ആകെ 21 പ്രതികളാണുള്ളത്. കലൂർ PMLA കോടതിയിലാണ് ED കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ധർമ്മരാജ് ഡ്രൈവർ ഷംജീറിന്റെ പക്കൽ കൊടുത്തുവിട്ട 3.56 കോടി രൂപ കുടകരയിൽ വെച്ച് കൊള്ളയടിച്ചെന്നാണ് EDയുടെ കണ്ടെത്തൽ. യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ചുമതലയേറ്റു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ അച്ചാനയിലുള്ള സെന്റ് മേരീസ് കട്ടറിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. ആഗമാന സുറിയാനി സഭയുടെ തലവനായ പാത്രിയാർക്കീസ് ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ബസിലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ എന്ന സ്ഥാനപ്പേരാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത സ്വീകരിച്ചത്. കൊടകര കുഴൽപ്പണ കേസിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് സത്യം പുറത്തുകൊണ്ടുവരാൻ തന്റെ പോരാട്ടം തുടരുമെന്നും സതീഷ് പറഞ്ഞു. വാഹനാപകട കേസിൽ റെക്കോർഡ് നഷ്ടപരിഹാര തുക വിധിച്ച് കേരള ഹൈക്കോടതി. 2013 പത്തനംതിട്ട അപകടത്തിൽ നഴ്സും അച്ഛനും മരിച്ച കേസിൽ 6.5 കോടിയാണ് നഷ്ടപരിഹാരം വിധിച്ചത്. പത്തനംതിട്ട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി നൽകിയ അപ്പീൽ ഹർജി തള്ളിക്കൊണ്ടാണ് കേരള ഹൈക്കോടതിയുടെ ഈ വിധി. നെയ്യാറ്റിൻകര ലത്തീൻ രൂപയുടെ പിന്തുണച്ച അവകാശമുള്ള സഹമെത്രാനായി ഡോക്ടർ D സെൽവരാജൻ അഭിഷക്തനായി. നെയ്യാറ്റിൻകര നഗരസഭാ മൈതാനത്ത് ആഘോഷപൂർവ്വമായ ദിവ്യബലി അർപ്പണത്തോടെയായിരുന്നു സ്ഥാനാരോഹണം. നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ ചടങ്ങിൽ മുഖ്യ കാർമ്മികനായി. കേരള ടൂറിസത്തിന് പുതിയ തീം സോങ്. കേരളത്തിലെ ടൂറിസം മേഖലയുടെ പ്രചരണം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ മേഖലയിലേക്ക് ടൂറിസം വ്യാപിക്കുന്നതിന് ലക്ഷ്യമാക്കി കേരള വിനോദസഞ്ചാര വകുപ്പ് തയ്യാറാക്കിയ തീം സോങ് പ്രകാശനം ചെയ്തു. 10 വർഷത്തിന് ശേഷമാണ് കേരള ടൂറിസം പുതിയ തീം സോങ് പുറത്തിറക്കുന്നത്. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു കൊച്ചി പോലീസ്. കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത നിശ്ചയവുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ നൽകിയ പരാതിയിലാണ് കേസ്. മുൻകൂർ ജാമ്യം തേടിയ ജില്ലാ കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കോടതി ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. വിദ്യാർത്ഥികൾക്ക് ഛർദിയും അതിസാരവും ഉണ്ടായതിനെ തുടർന്ന് ആലുവ UC കോളേജിൽ 4 ഹോസ്റ്റൽ താൽക്കാലികമായി അടയ്ക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ 24 വിദ്യാർത്ഥികൾക്ക് ശാരീരിക അവശത നേരിട്ട സാഹചര്യത്തിലാണിത്. കിണറിൽ നിന്നാണ് ഹോസ്റ്റലിൽ കുടിവെള്ളം ലഭ്യമായത്. ഇത് ക്ലോറിനൈസേഷൻ നടത്തിയ ശേഷം ഹോസ്റ്റൽ തുറന്നാൽ മതിയെന്ന് പരിശോധന നടത്തിയ ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചതോടെയാണ് ഹോസ്റ്റൽ അടയ്ക്കുന്നത്. കോഴിക്കോട് വിദ്യാർത്ഥിയെ കാണാതായെന്ന് പരാതി. മാലാപ്പറമ്പ്
വേദവ്യാസ വിദ്യാലയത്തിലെ സൻസ്കാർ കുമാർ എന്ന ബീഹാർ സ്വദേശിയാണ് കാണാതായത്. ഇന്നലെ രാവിലെ മുതലാണ് 13-കാരനായ വിദ്യാർത്ഥിയെ കാണാതായിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. മലപ്പുറം ചെണ്ടപ്പുറ AHHSS സ്കൂളിൽ പരീക്ഷ ഡ്യൂട്ടിക്ക് എത്തിയ അധ്യാപകരുടെ വാഹനത്തിന് പടക്കമെറിഞ്ഞതായി പരാതി. പരീക്ഷകളിൽ കോപ്പി അടിക്കാൻ അനുവദിക്കാത്തുള്ള അമർഷമാണ് ചില വിദ്യാർത്ഥികൾ പടക്കമെറിഞ്ഞത് അധ്യാപകർ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പൽ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബിലയെ കൊലപ്പെടുത്താൻ പ്രതി കത്തി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് മണിക്കൂർ മുമ്പാണ് പ്രതി യാസർ കടയിലെത്തി കത്തി വാങ്ങിയത്. യാസറിനെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. യാസറിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് ഉടൻ തെളിവെടുക്കും. AIADMK ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാളി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഔദ്യോഗിക ബസ്സിലെത്തി കൂടിക്കാഴ്ച നടത്തി. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളൊപ്പമാണ് പളനിസ്വാമി അമിത്ഷായെ കണ്ടത്. ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ്. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന ഘട്ടത്തിൽ മദ്യപാനശീലം വെളിപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഇനി മദ്യപാനശീലം മറച്ചുവെച്ചാണ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് തുക ലഭിക്കാൻ അർഹതയില്ലെന്നും സുപ്രീംകോടതി ഉത്തരവിൽ വിവരിച്ചു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അപ്പീൽ അനുവദിച്ചാണ് കോടതിയുടെ ഈ ഉത്തരവ്. രാജ്യത്ത് 32 ലക്ഷം മുസ്ലിങ്ങൾക്ക് റംസാൻ കിറ്റുമായി BJPയുടെ സൗഗത് ഇ മോദി ക്യാമ്പയിൻ. BJP ന്യൂനപക്ഷ മോർച്ചയാണ് ഈദ് ആഘോഷത്തിന് മുന്നായി രാജ്യത്തുടനീളമുള്ള മുസ്ലിം കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്യുന്നത്. പെൻഷൻകാരോട് വിഭജനം പാടില്ലെന്ന് സുപ്രീംകോടതി വിധി മറികടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. ധനകാര്യ ബില്ലിന് ഭേദഗതിയായി ഇതിന് വ്യവസ്ഥ കൊണ്ടുവന്നു. പെൻഷൻകാരെ വിരമിക്കൽ തീയതിക്കനുസരിച്ച് തരംതിരിക്കാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ളതാണ് നീക്കം. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പകുതിയോളം ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി വെട്ടി കുറച്ചേക്കും. ഈ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന വ്യാപാര ചർച്ചകളുടെ ഭാഗമായാണ് നികുതി കുറയ്ക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ പകരച്ചുങ്കം ഈടാക്കാതിരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങളിൽ നികുതി കുറയ്ക്കുന്നതാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ കരിങ്കടൽ വെടിനിർത്തൽ ധാരണയായെന്ന് റിപ്പോർട്ടുകൾ. ഈ ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഫെബ്രുവരി 22 മരണത്തിൻ്റെ വക്കോളമെത്തിയെന്നും ഒരു ഘട്ടത്തിൽ ചികിത്സ അവസാനിപ്പിക്കാൻ ആലോചിച്ചെന്നും വെളിപ്പെടുത്തൽ. ഛർദിയെ തുടർന്നുള്ള ശ്വാസതടസ്സമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മോശമാകാൻ ഇടയാക്കിയതെന്നും അന്നത്തെ രാത്രി അദ്ദേഹം അതിജീവിക്കില്ലെന്ന് തോന്നലുണ്ടായെന്നും ഡോക്ടർമാർ വെളിപ്പെടുത്തി. IPLൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ 10 റൺസിൻ്റെ തോൽവി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബ് 42 പന്തിൽ പുറത്താവാതെ 97 റൺസ് എടുത്ത് ശ്രേയസ് അയ്യരുടെയും 16 പന്തിൽ പുറത്താവാതെ 44 റൺസ് എടുത്ത ശശാങ്ക് സിംഗിൻ്റെയും മികവിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസ് എടുത്തു. എന്നാൽ മറുപടി ബാറ്റിംഗിനായ ഗുജറാത്ത് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 239 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.